KPCCക്ക് പ്രസിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. KPCC ഓഫീസിലേക്ക് ആരും വരുന്നില്ല. കാരണം അവിടെ KPCC പ്രസിഡന്റ് ഇല്ല, വൈസ് പ്രസിഡന്റുമാരുമില്ല, വർക്കിംഗ് പ്രസിഡന്റുമാരുമില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കത്ത് AICCയുടെ മുന്നിലുണ്ട്. 2 മാസമായി അതേക്കുറിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല AICC. കഴിഞ്ഞ ദിവസമാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ പറഞ്ഞത്, കേരളത്തിൽ പ്രശ്നം ചർച്ച ചെയ്ത് തീരുമാനമാകട്ടെ, തർക്കം പരിഹരിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്നാണ്. തർക്കമുണ്ട് എന്ന് AICC ജനറൽ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന അവസ്ഥ. ഇപ്പോൾ വീണ്ടും KPCC പ്രസിഡന്റ് സ്ഥാനം ചർച്ചയാകാൻ കാരണം മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിയിലേക്ക് പോയിട്ടുണ്ട്. AICCയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. വിഷയം KPCC പ്രസിഡന്റിന്റെ നിയമനം തന്നെയായിരിക്കും എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. കോൺഗ്രസുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആരായിരിക്കും VD സതീശന്റെ മനസ്സിലുള്ളത്? സർക്കാരുമായി യോജിച്ചു പോകുന്ന, സർക്കാരിൻ്റെ നിലപാടുകളെ പിന്തുണക്കുന്ന ഒരാളായിരിക്കണം KPCC പ്രസിഡന്റ് എന്ന് VD സതീശൻ അറിയിച്ചിട്ടുണ്ട് AICCയെ. പക്ഷെ അതാരാണ് എന്ന് ഇതുവരെയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് അറിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ. നീണ്ടു നിൽക്കുന്നുണ്ട് യുവനിരയും മുതിർന്ന നിരയും KPCC പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടി. പക്ഷേ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. ചർച്ച ഒന്നുകൂടി ചൂടുപിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. KC വേണുഗോപാൽ KPCCയുടെ പ്രസിഡന്റാകുമോ? KC വേണുഗോപാലിനെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് AICC ഏറെ കാലമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാലിനെ നിയമിക്കാം. അപ്പോൾ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിവരും. അവിടത്തേക്ക് ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ കൊണ്ടുവരാം. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ. എന്നാൽ അത് പൊളിഞ്ഞുപോയി. ഇനി അടുത്ത വഴി അതെന്താണ്? KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പദവി കൊടുക്കണം. KPCC പ്രസിഡന്റ് പദവി അത് ഏറ്റവും പ്രധാനപ്പെട്ട പദവി തന്നെയാണ്. AICC ജനറൽ സെക്രട്ടറിയെക്കാളും ഒരു പടി മുന്നിൽ തന്നെയാണ് KPCCയുടെ പ്രസിഡന്റ്. അതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരട്ടെ, KC വേണുഗോപാലിനെ നിയമിക്കാം എന്നാണ് ഇപ്പോൾ AICCയുടെ മനസ്സിലുള്ളത് എന്നാണ് ദില്ലിയിൽ നിന്ന് വരുന്ന വിവരം. അതിൽ 2 ലക്ഷ്യമുണ്ട് AICCക്ക്. ഒന്ന്, KC വേണുഗോപാലിനെ ദില്ലിയിൽ നിന്ന് മാറ്റാം. അവിടത്തേക്ക് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു യുവ നേതാവിനെ കൊണ്ടുവരാം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, മുഖ്യമന്ത്രി കസേരയായിരുന്നു KC വേണുഗോപാലിൻ്റെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് നന്നായി പ്രവർത്തിച്ചതും. അതിനുവേണ്ടി MLA മാരുടെ പിന്തുണ തേടി മത്സരിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലെല്ലാം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വിശ്വസ്തരെ കൊണ്ടുവന്നു, സ്ഥാനാർത്ഥികളാക്കി. ഇതെല്ലാം നടത്തി. ജയിച്ചു വന്ന MLA മാരിൽ മഹാഭൂരിപക്ഷവും പിന്തുണച്ചത് KC വേണുഗോപാലിനെ തന്നെയായിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി KPCCയുടെ പ്രസിഡന്റായി പിന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാം. ഇന്നല്ലെങ്കിൽ നാളെ അതിന് വഴി തെളിയും എന്ന് KC വേണുഗോപാൽ കണക്ക് കൂട്ടുന്നുണ്ട്. അതോടൊപ്പം VD സതീശനെ നിയന്ത്രിക്കണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നടപടികളോട് വലിയ വിയോജിപ്പുള്ള വിഭാഗമുണ്ട് കോൺഗ്രസിൽ, UDF-ലുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒരു നിയന്ത്രണം വേണം. KC വേണുഗോപാൽ വന്നാൽ മാത്രമേ അത്തരമൊരു നിയന്ത്രണം നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട്? KC വേണുഗോപാലിന് AICCയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. കേരളത്തിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയുണ്ട്. ഭൂരിപക്ഷം DCC പ്രസിഡന്റുമാരുടെ പിന്തുണയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് KPCCയുടെ പ്രസിഡന്റാക്കിയാൽ VD സതീശനെ നിയന്ത്രിക്കാൻ കഴിയും. ഇതെല്ലാം കണക്ക് കൂട്ടുന്നുണ്ട് AICC. KC വേണുഗോപാലിൻ്റെ മനസ്സിലും അക്കാര്യമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് അത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് KPCC പ്രസിഡന്റായി KC വേണുഗോപാൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് പറയാൻ കാരണം, KC വേണുഗോപാലിന് കേരളത്തിൽ ഒന്ന് സജീവമാകണമെന്ന് ആഗ്രഹമുണ്ട്.
അതിനുള്ള വഴി കൂടി ഒരുങ്ങുകയാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി, അതല്ലെങ്കിൽ അടുത്ത പ്രതിപക്ഷ നേതാവ് എങ്കിലും. ഇതാണ് കെ സി വേണുഗോപാലിൻ്റെ മനസ്സിൽ. എന്തായാലും കെ സി വേണുഗോപാൽ തന്നെയാണ് KPCC പ്രസിഡന്റായി വരിക എന്ന് ദില്ലിയിൽ നിന്ന് കൃത്യം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.